ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു പ്രഭാഷണമാണ്. ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ ഭാഗമായ firstpost.comന്റെ മാനേജിംഗ് എഡിറ്റർ പൽക്കി ശർമ്മ ഓക്സ്ഫോർഡ് യൂണിയനിൽ നടത്തിയതാണ് ആ പ്രഭാഷണം. ലോകശക്തിയാകാനുള്ള ലക്ഷ്യത്തിൽ ഇന്ത്യയുടെ സമാനതകളില്ലാത്ത കുതിപ്പിന്റെ വസ്തുതയും ചരിത്രവും നിറഞ്ഞു നിന്ന പ്രഭാഷണമായിരുന്നു അത്. ഇന്ത്യ എങ്ങനെയാണ് മാറിയതെന്ന വസ്തുനിഷ്ഠമായ വിവരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പൽക്കിയെ അഭിനന്ദിച്ചു. ഇന്ത്യയുടെ പരിവർത്തനത്തിന്റെ ചരിത്രം അതിഗംഭീരമായാണ് പൽക്കി അനാവരണം ചെയ്തതെന്ന ആമുഖത്തോടെയാണ് പ്രധാനമന്ത്രി പ്രഭാഷണം എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. 10 വർഷത്തിനിടെ ഇന്ത്യയിലുണ്ടായ ഗുണപരവും വിപ്ലവകരവുമായ മാറ്റത്തെ എങ്ങനെയാണ് പൽക്കി ആ പ്രഭാഷണത്തിൽ വിവരിച്ചതെന്ന് നോക്കാം. Thank you, Mr. President. Namaskar and good evening to all of you. We're debating India's path tonight, and I could wrap my argument in one sentence. നമ്മളിന്ന് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചും പാതയെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. വൈറ്റ് ഹൗസ് മെൻഷൻ ചെയ്തതുപോലെ ന്യൂഡൽഹിയിലേക്ക് പോയി സ്വയം കണ്ടിട്ട് വരൂ എന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ സമയം ഉള്ളതുകൊണ്ട് എന്താണ് ഇന്ത്യയിൽ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ആഴ്ച ആദ്യം ഡൽഹി എയർപോർട്ടിലേക്ക് ഞാൻ പോവുകയായിരുന്നു. അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. ഒരു പോയിന്റിൽ കാറ് നിർത്തിയപ്പോൾ റോഡരികിൽ ഞാൻ 2 വഴിയോര കച്ചവടക്കാരെ ശ്രദ്ധിച്ചിരുന്നു. ഒരാൾ ഫ്രൂട്ട്സ് വിൽക്കുന്നയാളായിരുന്നു, മറ്റൊരാൾ കരിക്കും വിൽക്കുന്നു. അവർ എന്ത് വിൽക്കുന്നു എന്നതല്ല എന്റെ ശ്രദ്ധയെ ആകർഷിച്ചത്, മറിച്ച് അവർ എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത് എന്നത് കണ്ടിട്ടാണ്. 2 പേരും QR കോഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കസ്റ്റമറും QR ഉപയോഗിച്ചാണ് ഈ കച്ചവടക്കാർക്ക് പേയ്മെന്റ് നടത്തിയത്. എനിക്ക് ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം. ഈ കാര്യങ്ങൾ 3 ഡെവലപ്മെന്റ്സ് ആണ് സൂചിപ്പിക്കുന്നത്. എനിക്ക് കാണിച്ചു തരാനുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സിൽ 3 എണ്ണം മാത്രമാണിത്. ആദ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് ഈ 2 കച്ചവടക്കാർക്കും അവരവരുടെ മൊബൈലിൽ ബാങ്ക് അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തേത് ഇന്റർനെറ്റ് ഉപയോഗം, ഞങ്ങൾ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ. 15 വർഷങ്ങൾക്ക് മുൻപ് ഇത് 15% മാത്രമായിരുന്നു. ഇന്നിത് 48%. മൂന്നാമത്തേത് എയർപോർട്ട് ട്രാഫിക്. അത്ര സുഖകരമല്ലെങ്കിലും ഇത് കൂടി വരികയാണ്. ഇത് എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് കാണാം. 9 വർഷം മുൻപുള്ള 67 ദശലക്ഷത്തിൽ നിന്ന് ഇന്നിത് ഇരട്ടിയായിട്ടുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാർഗം എന്താണെന്നുള്ളത് എനിക്ക് ഇതിൽ നിന്നറിയാം. ഞാൻ ആവർത്തിക്കട്ടെ, ഈ ഹൗസ് വിശ്വസിക്കുന്നത് പോലെ മോദിയുടെ ഇന്ത്യ ശരിയായ പാതയിലാണ്. ഈ പാത ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? നിങ്ങൾക്ക് ഡേറ്റാ സർവേ റിപ്പോർട്ടുകൾ, സംഖ്യകളൊക്കെ പരിശോധിക്കേണ്ടതായി വരും. ഞാൻ ഈ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പറഞ്ഞവയൊക്കെ പരിശോധിക്കണമല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടുതൽ വ്യക്തിപരമായ, കൂടുതൽ പ്രാധാന്യമുള്ള, അളന്നു നോക്കാനാവാത്ത ഒരു കാര്യം, അതിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പല ഇന്ത്യകളിലും ജീവിച്ചിട്ടുണ്ട്. ആവേശകരമായ നയങ്ങളും സ്ഥാനങ്ങളും ഉപേക്ഷിച്ചിരുന്ന ഒരു ഇന്ത്യ, സ്വയം സംശയിച്ചിരുന്ന ഒരു ഇന്ത്യ, ആഗോള അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഇന്ത്യ. എന്നാൽ ഇന്ന് ഇന്ത്യയിലേക്ക് ലോകം നേതൃത്വത്തിനും പ്രചോദനത്തിനുമായി ഉറ്റുനോക്കുന്നു. വിലമതിക്കാനാവാത്ത ഒരു ഇന്ത്യയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യക്കാർ സ്വന്തം നാട്ടിൽ അഭിവൃദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നുണ്ട്. ലണ്ടൻ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ കണ്ടൊരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ. ഇന്ത്യക്കാർ അഭിമാനത്തോടെ പാസ്പോർട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ അസ്വസ്ഥതകളും സ്വയം സംശയങ്ങളും ഒന്നുമില്ല. ഒപ്പം പറയാമെങ്കിൽ ഒന്നുകൂടിയുണ്ട്. ലോകവുമായി പങ്കിടുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ബോളിവുഡ്, മസാല ചായ്, യോഗ, ക്രിക്കറ്റ്, അങ്ങനെ എന്തും. ഇന്ത്യ ഒരു സോഫ്റ്റ് പവർ ഭീമനാണിന്ന്. അതേസമയം ഭീകരതയോ ചതിയോ ക്ഷമിക്കുന്ന ഭീരുവായ ജനാധിപത്യമല്ല ഇന്ത്യ. പാകിസ്ഥാൻ ഭീകരർ കശ്മീർ പുൽവാമ ആക്രമിച്ചപ്പോൾ ബലാക്കോട്ടിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ഇന്നത്തെ ഇന്ത്യ ഒരു ദുർബല രാജ്യമല്ല, ഒരു ലോകശക്തിയാണ്. ഇന്ന് കൊളോണിയലിസത്തിലെ അധിനിവേശങ്ങൾ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഇന്ത്യയുടെ ഐഡന്റിറ്റി അല്ല. വർഷങ്ങളുടെ അടിച്ചമർത്തലുകളാൽ രൂപപ്പെട്ടവരാണ് ഞങ്ങൾ, അല്ലാതെ നിർവചിക്കപ്പെട്ടവരല്ല. ഞങ്ങളുടെ ആഗോള ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങൾ ആവേശഭരിതരാണ്, അല്ലാതെ അതോർത്തുള്ള ജാഗ്രതയല്ല ഞങ്ങൾക്ക്. സ്വദേശത്തു നിന്നുള്ള വളർച്ചയിൽ നിന്നാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. We are excited about our global responsibilities, not wary of them. This change and confidence comes from growth at home. Which brings me to the numbers. ഞാൻ ഇന്ത്യയുടെ വെൽഫെയർ സ്റ്റേറ്റ് സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ദശകത്തിൽ അത് എങ്ങനെയുണ്ടായിരുന്നു എന്നതും നോക്കാം. 100 ദശലക്ഷം പുതിയ ഗ്യാസ് കണക്ഷനുകൾ, 470 ദശലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ, 220 ദശലക്ഷം ഇൻഷുറൻസ് ഗുണഭോക്താക്കൾ, മാത്രമല്ല ക്ഷേമ സങ്കല്പം.
ഇന്ത്യക്ക് ഇത് പുതിയതല്ല, കുറച്ചു കാലമായി ഉള്ളത് തന്നെയാണ്. എന്നാൽ പുതിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊക്കെയുള്ള സമീപനമാണ്. കൂടുതൽ പണം പോക്കറ്റിലാക്കുക എന്നതല്ല, ആളുകളെ ശാക്തീകരിക്കുകയും ഒപ്പം റിസൾട്ട് ഉണ്ടാക്കുകയും എന്നതുകൂടിയാണ്. തെളിവുകൾ നോക്കിയാൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം 2014 86,000 രൂപയിൽ നിന്ന് ഇന്ന് 1,72,000 രൂപയായി വളർന്നു കഴിഞ്ഞു. അതായത് ഇരട്ടിയായിരിക്കുന്നു. അതിനുള്ള വലിയ കാരണം പണപ്പെരുപ്പം കുറയുന്നതാണ്. 9 വർഷം മുൻപ് 8% കൂടുതലായിരുന്നത് ഇന്ന് 6% താഴെയായി. ഇത് ആഗോള ജീവിത ചെലവ് പ്രതിസന്ധിയുടെ നടുവിലാണ് എന്നും പറയാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണിപ്പോൾ. വിദേശ വ്യാപാരവും ഏറ്റവും ഉയർന്ന നിലയിലാണ്. വളർച്ചയുടെ രഹസ്യം കണക്ടിവിറ്റിയാണ്. ബ്രിട്ടീഷുകാരോട് ഞാനിത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. കോളനികളിൽ നിങ്ങൾ ആദ്യം റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുകയായിരുന്നു. ഞങ്ങളുടെ വളർച്ചയുടെ കഥ എന്ന് പറയുന്നത് 2 ഇന്ത്യകളുടേതാണ്. ഒന്ന് തിരക്കേറിയ അർബൻ ഇന്ത്യ, മറ്റേത് മന്ദഗതിയിലുള്ള റൂറൽ ഇന്ത്യയുടേത്. ഇന്ന് ഞങ്ങൾ ഈ 2 ഇന്ത്യകളെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. ഞങ്ങൾ ഓരോ ദിവസവും 38 കിലോമീറ്ററിലധികം ഹൈവേ നിർമ്മിക്കുകയാണ്. ഇത് 7 വർഷം മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയാണ്. 2014 അപേക്ഷിച്ച് എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയായി. സീപോർട്ടുകളുടെ ശേഷി ഇരട്ടിയായി. ശരിക്കും ഈ കണക്ടിവിറ്റിയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നിങ്ങൾ മെൻഷൻ ചെയ്ത GST. നമ്മുടെ ഭരണഘടന ഇന്ത്യയെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു യൂണിയനായി പരാമർശിക്കുന്നു. അത് നമ്മുടെ വൈവിധ്യത്തിന് മഹത്തായ ഒരു പ്രശംസയാണ്. എന്നാൽ ഇത് 28 വ്യത്യസ്ത സംസ്ഥാന സമ്പദ് വ്യവസ്ഥകളെ അർത്ഥമാക്കുന്നുണ്ട്. വ്യത്യസ്ത നികുതികൾ, വ്യത്യസ്ത വ്യാപാര സംവിധാനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. ഈ ഗവൺമെന്റ് അതിനെ ഏകോപിപ്പിച്ച് ഒരൊറ്റ ഇന്ത്യൻ വിപണി സൃഷ്ടിക്കാൻ ശ്രമിച്ചു. സമയമെടുത്തെങ്കിലും ഈ ശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഇന്ത്യ. നികുതി പിരിവ് എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. 2017 മുതൽ നികുതിദായകരുടെ എണ്ണവും ഇരട്ടിയായിട്ടുണ്ട്. ഇനിയും തുടരാൻ പറ്റുന്ന ഒരുപാട് ഡേറ്റ എന്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആഗോള സ്ഥാനത്തെപ്പറ്റി ഞാൻ പറയാം. നിങ്ങളുടെ പാത ലോകത്തിലെ നിങ്ങളുടെ പങ്ക് കൂടിയാണ്. നിങ്ങളൊരു കുഴപ്പക്കാരനാണോ അതോ ഐക്യം സൃഷ്ടിക്കുന്ന ആളാണോ എന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഇതിൽ എവിടെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യ ഒരു ക്വാഡ് മെമ്പറാണ്, SCO മെമ്പറാണ്, ബ്രിക്സ് മെമ്പറാണ്. ഇന്ത്യ G7 ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ പടിഞ്ഞാറുമായി സഹവസിക്കുന്നുണ്ട്, എന്നാൽ അതേസമയം ഗ്ലോബൽ സൗത്തിനെ നയിക്കുന്നുണ്ട്. ഈ റോളുകൾ കൈകാര്യം ചെയ്യാൻ മറ്റ് രാജ്യങ്ങൾക്ക് അവകാശപ്പെടാം. പക്ഷേ ഇത് ഇന്ത്യ എങ്ങനെ ചെയ്യുന്നു? ആഗോളതലത്തിൽ അനാവശ്യമായ ഒരു വലിയ റോള് കളിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നില്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ശരിയായ പങ്ക് വഹിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇന്ത്യ ഇതുവരെ പക്ഷം പിടിച്ചിട്ടുമില്ല. എനിക്കറിയാം ഇത് ഇവിടെയുള്ള പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടെന്ന്. എന്നാൽ ഞങ്ങളുടെ ചിന്താഗതി വളരെ വ്യക്തമാണ്. വശങ്ങൾ തിരഞ്ഞെടുത്ത് കാര്യങ്ങൾ വഷളാക്കുന്നത് നമ്മുടെ ദേശീയ താൽപര്യമേ അല്ല. ഇന്ത്യക്ക് റഷ്യയുമായും പടിഞ്ഞാറുമായും വളരെ നല്ല ബന്ധമാണുള്ളത്. അത് നിലനിർത്താനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ 2 നല്ല സുഹൃത്തുക്കൾ വഴക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ പക്ഷം ചേർന്ന് സംഭവം വഷളാക്കുമോ? അതോ വിവേകത്തോടെ സംസാരിച്ച് അവരെ ഒന്നിപ്പിക്കാൻ നോക്കുമോ? ഒരു നല്ല സുഹൃത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്നും ഞാൻ കാണുന്നുണ്ട്. ഇന്ത്യ എന്നും ശ്രമിച്ചത് പരിഹാരങ്ങളുടെ ഭാഗമാകാനാണ്, അല്ലാതെ പ്രശ്നങ്ങളുടെ ഭാഗമാകാനല്ല. ഞങ്ങളുടെ അയൽരാജ്യ നയങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായപ്പോൾ മുൻപിൻ നോക്കാതെ ഇന്ത്യ $4 ബില്യൺ സഹായം നൽകി. ഇന്ത്യക്ക് സൗത്ത് ഏഷ്യയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും സൗത്ത് ഏഷ്യയെ നിയന്ത്രിക്കാനായി സൗത്ത് ഏഷ്യ ഇന്ത്യയുടേതല്ല എന്ന്. പരസ്പര ബഹുമാനവും സമത്വവും അടിസ്ഥാനമാക്കിയാണ് ന്യൂഡൽഹി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ പേയ്മെന്റ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ട്രെയിനിങ്ങിനും സ്കോളർഷിപ്പിനും മറ്റുമായി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ഡിപ്ലോമസി ഇന്ത്യ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ സംരംഭങ്ങൾ ഇന്ത്യയെ പോപ്പുലർ ആക്കി എന്നുകൂടി പറയാം. ചൈനീസ് വിപുലീകരണത്തിനെതിരെ ലോകം ഇന്ത്യയോടൊപ്പം നിന്നു. ഗ്ലോബൽ സൗത്ത് ഇന്ത്യയുടെ നേതൃത്വം ഉറ്റുനോക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഇന്ത്യ വിശ്വസ്തത പുലർത്തുമ്പോൾ സ്നേഹവും ബഹുമാനവും കിട്ടുന്നത് ഒരു ഹോൾമാർക്ക് കൂടിയാണ്. ഈ വിശ്വസ്തതയ്ക്ക് പകരമായി COVID-19 പാൻഡമിക് സമയത്ത് 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ 24 കോടി വാക്സിനുകൾ അയച്ചു. അടുത്തത് നിങ്ങൾ കണ്ടത് മോദി പാപ്പുവ ന്യൂഗിനിയിൽ എത്തിയപ്പോൾ ലഭിച്ച സ്നേഹം. ആ സ്നേഹം ഒരു രാജ്യത്തിന് മുഴുവനായി ലഭിച്ച സ്നേഹമായിരുന്നു. ഇനി ഡൊമസ്റ്റിക് അഫയേഴ്സിന്റെ കാര്യമാണ്. കാശ്മീരിനെ വളർത്തി. ആർട്ടിക്കിൾ 370 റദ്ദാക്കി. 1.8 കോടി സഞ്ചാരികൾ കാശ്മീർ സന്ദർശിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സംഖ്യ കൂടിയാണിത്.
കാശ്മീരിന് ആദ്യമായി ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കുകയാണ്, അതും UAE ഒരു കമ്പനിയിൽ നിന്ന്. കാശ്മീരിന്റെ മാത്രമായതുകൊണ്ട് സാമ്പത്തികം മാത്രം പറഞ്ഞു ചുരുക്കേണ്ടതില്ല. നമുക്ക് സെക്യൂരിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ നേരെ പകുതിയായിട്ടുണ്ട്. സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷ വർദ്ധിച്ചു, സമ്പദ് വ്യവസ്ഥ വർദ്ധിച്ചു, കാശ്മീർ വളർന്നു. എതിർപക്ഷം ഉയർത്തിയ മതപരമായ അസഹിഷ്ണുത എന്നൊരു കാര്യം ഇനി നോക്കാം. സാങ്കല്പിക തെളിവുകൾ ഉദ്ധരിച്ച് ഒരു രാജ്യത്തെ മുഴുവൻ അസഹിഷ്ണുതയുള്ളവരായി ചൂണ്ടിക്കാണിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ക്രമരഹിതമായ ഘടകങ്ങളോ ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളോ ഇന്ത്യയെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നേതൃത്വത്തെയോ അതിന്റെ സർക്കാരിനോ വേണ്ടി സംസാരിക്കുന്നില്ല. മുൻ സർക്കാരിനേക്കാൾ കൂടുതൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മോദിയുടെ ആദ്യ ടേമിൽ തന്നെ സ്കോളർഷിപ്പ് ലഭിച്ച നയങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവരെ മാർജിനേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ആശങ്കയായിരുന്നെങ്കിൽ എന്തിന് ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകണമായിരുന്നു? ഒന്നുമില്ലെങ്കിലും ഹജ്ജ് പോളിസി എന്താണെന്ന് നോക്കാം. പ്രൈം മിനിസ്റ്റർ മോദി സൗദി ഭരണകൂടത്തോട് ഹജ്ജ് പോളിസി ചർച്ച ചെയ്തു. ഹജ്ജ് കോട്ട വിപുലീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2014 1,36,000 ആയിരുന്ന കോട്ട 2019 2 ലക്ഷത്തിലധികമായി. ഈ സർക്കാർ മുത്തലാഖ് റദ്ദാക്കി. ഈ സംഭവങ്ങളൊക്കെ അടിച്ചമർത്തലുകളാണോ അതോ പുനഃസംഘടനകളാണോ? 2021 ഒരു പഠനമനുസരിച്ച് 89% ഇന്ത്യക്കാർ, ഈ 89% മുസ്ലിംസും ക്രിസ്ത്യൻസും ഉൾപ്പെടുന്നു. ഇവർക്ക് അവരവരുടെ മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ധാരണകളിലോ കഥകളിലോ അല്ല കാര്യങ്ങൾ കെട്ടിപ്പിടിക്കേണ്ടത്, മറിച്ച് വസ്തുതകളിലും ചെയ്ത് കാണിച്ച കാര്യങ്ങളിലുമാണ്. ഒന്നുകൂടി പറയട്ടെ, ഒരു രാജ്യത്തെ ഒറ്റപ്പെട്ട മാർജിനലൈസേഷന്റെ സംഭവങ്ങളാൽ നിർവചിക്കരുത്. Does that mean India cannot do better? Absolutely not. Even one incident of marginalization is one too many, but how would you judge an entire country's path? In fact, it struck me when I was invited for this event, why would Oxford University be interested in debating the path of Modi's India? Because India has defied Western predictions. It's the world's largest democracy charting its own course. India today has shed the burden of trying to comply with Western constructs. No amount of lecturing or virtue signaling is shaking India's confidence, and that is what unsettles critics. There are hit-and-run experts with no accountability who make pronouncements based on their political leanings to create an anti-India narrative. GDP growth won't touch 5%. There was corruption in the Rafale deal. The government was snooping in opposition parties using Pegasus. All of these make for juicy headlines. And they make it look like everything is wrong in India. But when a Supreme Court investigation finds no wrongdoing, when India's growth crosses 7%, who is questioning these experts? When an 85% Hindu majority Karnataka votes out the BJP, is the West then lauding India's secular credentials? You see, to judge a country's path, you have to be able to separate agenda-driven narrative from facts. In conclusion, let me say this. For any country in the world, there is always a wrong path. Enough dictators and autocrats have shown us, but there is no single right path. Britain has its own right path. India has its own right path. As long as democracy is respected, as long as the Constitution is respected, I would say to each their own. It is wrong to judge one country on the parameters of another. And that has been the beauty of India since 2014. We've uplifted 140 million people out of poverty. We did so while conducting free and fair elections, dozens of them. We did so while protesting, debating, and dissenting. And finally, I think the hallmark of a right direction is also public approval. Do the people think you're on the right path? The people of India answered that question in 2019. Thank you.